നമസ്കാരം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് ഒരു പഴമൊഴിയാണ്. നമ്മുടെ ബി.ജെ.പിക്കാരെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഴയ പോലെയല്ല കാര്യങ്ങൾ. കാരണം കേന്ദ്രത്തിൽ പഴയ പോലെ ബി.ജെ.പിക്കോ അല്ലെങ്കിൽ അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കോ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ അങ്ങനെ വലിയ കടുത്ത നടപടിയിലേക്കൊന്നും പോവാൻ കഴിയാത്ത, അവരുടെ കഴുത്തിന് തന്നെ ഒരു ചങ്ങലയിട്ട രീതിയിലുള്ള ഒരു സഖ്യകക്ഷി ഭരണമാണ് കേന്ദ്രത്തിലുള്ളത്. അതേസമയം തന്നെ ഈ സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഹിന്ദുക്കൾക്ക് പോലും ഈ ബി.ജെ.പിയുടെ ഈ വർഗീയ പ്രചരണം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മതേതരവാദികളായിട്ടുള്ള ആളുകൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ വർഗീയ വിഷം കലക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക എന്നതാണല്ലോ ബി.ജെ.പിയുടെ ആപ്തവാക്യവും അവരുടെ വിചാരധാരയുടെ ഒരു സംഹിത രൂപം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വേദിയിൽ ചെന്നാലും, ഏത് പരിപാടിക്ക് ചെന്നാലും സ്ഥലകാല ബോധമില്ലാതെ ബി.ജെ.പിക്കാർ വായ തുറന്നാൽ ആകെ പറയുന്ന കാര്യം വർഗീയത മാത്രമാണ്. അതായത് മുസ്ലിം വിദ്വേഷം എങ്ങനെ ഹിന്ദു മനസ്സുകളിലേക്ക് കുത്തിയിറക്കാമെന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ഈ ബി.ജെ.പി നേതാക്കന്മാർ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ വർഗീയ വിഷം കലക്കാൻ പോയ ഈ ബി.ജെ.പിയുടെ മുതലിനെ, ഒരു കർണാടകയിലെ ബി.ജെ.പി എം.എൽ.എയെ അവിടുത്തെ നല്ലവരായ ഹൈന്ദവരായ ജനങ്ങൾ പഞ്ഞിക്കിടുന്ന വീഡിയോയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നതുമായിട്ടുള്ള വാർത്തയാണ്. അതായത് ഇനി ബി.ജെ.പിയുടെ ഇത്തരത്തിലുള്ള വർഗീയ വിഷം ഹിന്ദുക്കളുടെ ഇടയിൽ ചിലവാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സമൂഹം. ഒരു അമ്പലത്തിൽ ഒരുപാട് വിശ്വാസികൾ കൂടി നിൽക്കുന്ന ഒരു ശ്രേഷ്ഠമായ സ്ഥലത്ത് പോയിട്ടാണ് കർണാടകയിലെ ഈ ബി.ജെ.പി എം.എൽ.എ ഇങ്ങനെ പറഞ്ഞത്. അതായത് മുസ്ലിങ്ങൾ ഭയങ്കര അപകടകാരികളാണ്, അവരെ ശ്രദ്ധിക്കണം, അവരെ സൂക്ഷിക്കണം എന്ന് തുടങ്ങി മുസ്ലിം വിദ്വേഷം കുത്തിവെക്കാൻ ശ്രമിച്ച എം.എൽ.എയുടെ കഴുത്തിന് പിടിച്ച് പുറത്തിട്ടിരിക്കുകയാണ് ഈ ഹൈന്ദവ വിശ്വാസികൾ. എന്നിട്ട് ആ എം.എൽ.എയോട് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പ്രധാനം. കാരണം ഈ പ്രദേശം ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് ഒരമ്മ പെറ്റ മക്കളെ പോലെ താമസിക്കുന്ന നാടാണ്. ഇവിടെ വന്ന് ഇങ്ങനെ മുസ്ലിം വിദ്വേഷം പ്രസംഗിക്കാൻ കഴിയില്ല, നിങ്ങൾ ഈ വേദി വിട്ടു പോകണം. മാത്രമല്ല ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിന് 6 ലക്ഷത്തിൽ കൂടുതൽ തുക പിരിച്ചു തന്നത് ഇവിടുത്തെ നല്ലവരായ ഞങ്ങളുടെ മുസ്ലിം സമൂഹമാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ಮೊನ್ನೆ ನೀವೆಲ್ಲ ಜಾಗೃತಿ ಮಾಡಕತ್ತ ನಾನು ಹೋಗಿ ನಾವು ತೆಗೆದ್ರೆ 8 ಎಕರೆ ಹೋಗ್ತಾರೆ. ಈ ರೀತಿ ಇದು ರಾಜಕೀಯ കണ്ടില്ലേ, ഇതാണ് യഥാർത്ഥത്തിൽ മതമൈത്രിയുടെയും മതേതരത്വത്തിൻ്റെയും മനോഹരമായ സന്ദേശം ഉയർത്തിവിടുന്ന നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം. ഇവിടെ വർഗീയ വിഷവിത്തുകൾക്ക് ചെറിയ രീതിയിൽ എവിടെയെങ്കിലും ഒരു മേൽക്കോയ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പോകെ അത് തകർന്ന് തരിപ്പണമാവുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദു സഹോദരന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട്.